ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു സാധനം കാണിച്ചു തരാം വിചാരിച്ചു. എന്നും എൻ്റെ തിരുമോന്തല്ല കാണാറ്, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിങ്ങുകൾ, അങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നതാ വീടിൻ്റെ പരിസരമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. പിന്നെ ഇത് ആരാൻ്റെ പറമ്പാണ്, സത്യമായിട്ട് ഞങ്ങളുടെയല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ അസ്മിൻ്റെ സ്കൂൾക്ക് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ വിചാരിച്ച് വാഴൻ്റെ പൂവുണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് കൊടുത്തയക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്നും കാണാനില്ല. തോട്ടമായതുകൊണ്ട് ഇഷ്ടംപോലെ വാഴകളുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കട്ടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ. പിന്നെതാ അതാ ഗൈസ് ഒന്ന്, പിന്നെ ഇതേ അവിടെ ഉണ്ട്, അയിമത രണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. പിന്നെ അതാ നമ്മളുടെ ഇന്നലെ കണ്ടം പൂട്ടിയാണ് കേട്ടോ അവിടെ. പക്ഷെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. കൊക്കോളും കൊറ്റികളൊക്കെ ഇങ്ങനെ പാറി നടക്കുകയായിരുന്നു. ഇത് ഇന്നലെ കണ്ടം പൂട്ടിയ സ്ഥലമാണ്. കണ്ടാ നല്ല ഭംഗിയില്ലേ? എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ആ കാരണം അപ്പം ഞാൻ ഇപ്പോൾ വന്നത്. ഞാൻ എന്താ പറയുക, ഇത് പൊട്ടിക്കട്ടെ കേട്ടോ. എത്തുമോ നോക്കട്ടെ, എങ്ങനെയും കിട്ടുമോ. ചെറുതാണ്. ഇപ്പം ഞാനിതാ പോയിട്ടൊരു കത്തി കൊണ്ടുവന്ന് എത്തുന്നില്ല കേട്ടോ. ചാടിയിട്ട് എത്തുക നോക്കട്ടെ. വേ കിട്ടി. സാധനം കിട്ടിട്ടാ. ചെറുതാണ് ഗൈസ്. ഇപ്പം ഞാൻ അയൽവാസിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ഉണ്ടോ നോക്കട്ടെ. ഇനി എനിക്ക് വേറെ കിട്ടുമെന്ന് അറിയില്ല. നോക്കട്ടെ കേട്ടാ. ഇവിടെ ഇടയ്ക്കേ ഉണ്ട്. നല്ല പൊന്ത കേട്ടോ ഗൈസ്. കണ്ടാ? ഓ നല്ല ഭംഗിയില്ലേ പച്ചപ്പ് കാണാൻ. പച്ചപ്പൊന്നും കാണാത്തവർക്ക് ഇത് നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അത് കുറച്ചും കൂടി ഹൈറ്റിലായതുകൊണ്ട് എനിക്ക് കിട്ടൂല. പിന്നെ ഇതിന് വാഴയുടെ പൂവെന്നല്ല പറയാറ്. ഞാൻ അങ്ങനെയാണ് പറയാറ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഗൈസ് അവിടെ ഒന്നുണ്ട്. അതും കണ്ടോ, അത് നല്ല ഹൈറ്റിലാണ്. അതും എനിക്ക് കിട്ടൂല. പിന്നെ പൊട്ടിച്ചേരാൻ ആവശ്യമില്ല കേട്ടോ. ആവശ്യമില്ല, ആരുമില്ല. പിന്നെന്ത് ചെയ്യും. പിന്നെ അയിമ ഇത് അവിടെ ഉണ്ടൊക്കെ ഹൈറ്റിലാണ്. പിന്നെ എന്നടാ നമുക്കേ വേറെ വാങ്ങാട്ടാ. എന്നാ സ്കൂൾ കൊണ്ടോണ്ടേ? ഒന്നും വേണ്ട. അപ്പോൾ ഇതാ ഗൈസ് ഞാൻ പൊട്ടിച്ചത്. പിന്നെ ഇത് നമ്മളെ അയൽവാസി ആൾ തന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ സ്കൂൾക്ക് കൊണ്ടുപോകാനാണ് തരുമെന്ന് വെച്ചാൽ അപ്പോൾ ആൾ 2 കൊണ്ടുവന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും എനിക്ക് കിട്ടണില്ല. സാറിന് തൽക്കാലം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് വിഭവം ഉണ്ടാക്കി കൊണ്ടുപോകാനാണ്, പക്ഷേ എനിക്ക് അതിനുള്ള ടൈമില്ല. തൽക്കാലം ഞാനിത് ഇങ്ങനെയാണ് കൊണ്ടുനടക്കാൻ വിചാരിച്ചത്. അവരുണ്ടാക്കിക്കോളും സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അന്നത്തെ വീഡിയോ.